ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ നമ്മുടെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നാച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന കാര്യം നോക്കാം. എന്നിട്ട് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടേം എന്താണെന്ന് നോക്കാം. The term administration has been derived from the Latin word ad and minister, which means to serve എന്നുള്ളതാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള അഡ് ആൻഡ് മിനിസ്റ്റർ എന്നുള്ള രണ്ട് വേർഡിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ടു സെർവ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ സിമ്പിൾ ടേമിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കെയർ ഫോർ ഓർ ലുക്ക് ആഫ്റ്റർ ദി പീപ്പിൾ എന്നുള്ളതാണ്. അതായത് സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ നോക്കുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടേമിൻ്റെ അർത്ഥം. നമുക്കിനി അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനിഷൻസ് മനസ്സിലാക്കി വെക്കാം. അഡ്മിനിസ്ട്രേഷനെ പ്രിഫ്നർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അഡ്മിനിസ്ട്രേഷൻ ആസ് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ഡിസയർ എൻഡ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക കാര്യം നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമനും മനുഷ്യരെയും അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള റിസോഴ്സസിനെയും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ്, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് പ്രിഫ്നർ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമണും മെറ്റീരിയൽ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിനാണ്, നമുക്കൊരു അച്ചീവ് എൻഡിന് വേണ്ടിയിട്ട്, ഒരു ഡിസയർ എൻഡിന് വേണ്ടിയിട്ട് അവർ ഓർഗനൈസ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പ്രിഫ്നർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എൽ ഡി വൈറ്റ് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ അഡ്മിനിസ്ട്രേഷൻ ഡിഫൈൻ ദ ഡയറക്ഷൻ, കോർഡിനൈസേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺ ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. എൽ ഡി വൈറ്റും പ്രിഫ്നർ കൊടുത്ത് അത് ഏകദേശം അതേപോലുള്ള ഒരു ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺ ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അതായത് ധാരാളം വ്യക്തികളെ നമ്മളുടെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ ഓർഗനൈസ് ചെയ്യുന്നതിനും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അവരെ കൺട്രോൾ ചെയ്യുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും അവരെ കോർഡിനേറ്റ് ചെയ്യുന്നതും അവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് എൽ ഡി വൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അഡ്മിനിസ്ട്രേഷനെ ബ്രോഡർ ഡെഫിനിഷനിലും അതുപോലെ തന്നെ നാരോ ഡെഫിനിഷനിലും പലതരത്തിൽ സ്കോളേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് സ്കോളേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദറായിട്ട് കണക്കാക്കുന്നത് വുഡ്രോ വിൽസനെയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷനോട് തന്നെ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. വുഡ്രോ വിൽസൺ ഡിഫൈൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ is a detailed and systematic application of law. Every particular application of law is an act of administration. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു നിയമത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള പ്രയോഗത്തെയാണ്, അതിൻ്റെ അപ്ലിക്കേഷനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് വുഡ്രോ വിൽസൺ പറയുന്നത്. ഏതൊരു നിയമത്തിൻ്റെ അപ്ലിക്കേഷനെയും അഡ്മിനിസ്ട്രേഷനായിട്ട് വുഡ്രോ വിൽസൺ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ. എവറി പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് എൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയാണ് വുഡ്രോ വിൽസൺ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇനി നമുക്ക് എൽ ഡി വൈറ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ കൺസിസ്റ്റിംഗ് ഓൾ ദോസ് ഓപ്പറേഷൻ ഹാവിംഗ് ഓഫ് ദർ പർപ്പസ് ദി ഫുൾഫിൽമെന്റ് ഓർ എൻഫോഴ്സ്മെന്റ് ഓഫ് പബ്ലിക് പോളിസി എന്നുള്ളതാണ് എൽ ഡി വൈറ്റ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പൊതുനയങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ പ്രവൃത്തിയെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ടാണ് എൽ ഡി വൈറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡോയിറ്റ് വാൾഡോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് അപ്ലൈ ടു ദി അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഡോയിറ്റ് വാൾഡോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അതായത് ഇതൊരു കലയാണ് അല്ലെങ്കിൽ ഒരു സയൻസ് ആണ്. എന്തിൻ്റെ? മാനേജ്മെന്റിന്റെ ആസ് അപ്ലൈ ടു ദി അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കലയോ അല്ലെങ്കിൽ ശാസ്ത്രമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഡോയിറ്റ് വാൾഡോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി സ്കോളേഴ്സ് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസുകൾ നടപ്പിലാക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റും ജനങ്ങളുമായിട്ടുള്ള ഒരു ബ്രിഡ്ജിനെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നാച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 വ്യൂസ് ആണ് നാച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഉള്ളത്. ഒന്ന് ഇന്റഗ്രൽ വ്യൂ, അതുപോലെ തന്നെ രണ്ടാമത്തത് മാനേജീരിയൽ വ്യൂ. നമുക്ക് ഫസ്റ്റ് എന്താണ് ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം. ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്, മാനുവൽ, ക്ലറിക്കൽ, മാനേജീരിയൽ, ടെക്നിക്കൽ, എക്സെട്ര എന്നുള്ളതാണ്. അതായത് ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ്. അത് ക്ലറിക്കൽ ആയിക്കോട്ടെ, മാനേജീരിയൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് കണക്ക് കൂട്ടുന്നതാണ് ഇന്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ കാര്യം എടുക്കണമെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ നടക്കുന്ന മാനേജറിയൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലറിക്കൽ വർക്ക്സും അതുപോലെ അവിടെ നടക്കുന്ന എല്ലാ പ്രൊഡക്ഷന്റെ എല്ലാ കാര്യങ്ങളെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനായിട്ട് കണക്കാക്കുന്നതാണ് നമ്മൾ ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൻറി ഫയോൾ, അതുപോലെ തന്നെ LD വൈറ്റ്, ഇവരൊക്കെയാണ് ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് എന്ന് പറയാം. ഒന്നും കൂടിയും പറയാം. ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഗവൺമെന്റ് കാര്യത്തിലെ എല്ലാ വർക്കിനെയും, അത് ക്ലറിക്കൽ ആയിക്കോട്ടെ, മാനേജറിയൽ ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, എല്ലാ വർക്കും ഉൾപ്പെടുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വ്യൂ ആണ് ഇന്റഗ്രൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മാനേജറിയൽ വ്യൂ എന്ന് നോക്കാം. മാനേജറിയൽ വ്യൂ ഇസ് ആൾസോ നോൺ ആസ് എ നാരോ സെൻസ്. According to this view, administration is the managerial activities of people who evolved in the planning, organization, commanding, coordinating and controlling of a public administration. മാനേജറിയൽ വ്യൂ എന്നുള്ളത് ഒരു നാരോ വ്യൂ ആണ്, ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് മാനേജറിയൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന മാനേജറിയൽ ആക്ടിവിറ്റീസ് മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മാനേജറിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. മാനേജറിയൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മളെ പ്ലാനിങ്, അതുപോലെ തന്നെ ഓർഗനൈസിങ്, കമാൻഡിങ്, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മാനേജറിയൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. അവർ മറ്റു വർക്കുകളൊന്നും തന്നെ ക്ലറിക്കലായിട്ടും അതുപോലെ തന്നെ മാനുവലായിട്ടുള്ള ഒരു വർക്കും തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. ഈ മാനേജറിയൽ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൂതർ ഗുള്ളിക്ക്, അതുപോലെ തന്നെ ഹെർബർട്ട് സൈമൺ, സ്മിത്ത്ബർഗ്, തോംസൺ, ഈ സ്കോളേഴ്സ് ആണ് ഈ ഒരു വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കോളേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഒരു മാനേജീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് അവർക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 തരത്തിലുള്ള വ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇന്റഗ്രൽ വ്യൂ, മാനേജീരിയൽ വ്യൂ. ഇന്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ബ്രോഡ് സെൻസിലാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. എന്നാൽ മാനേജറിയൽ വ്യൂ എന്ന് പറയുന്നത് മാനേജറിയൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസേഷൻ, കൺട്രോളിങ്, ഇത് മാത്രമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് മാനേജറിയൽ വ്യൂ പറയുന്നത്. മാനേജറിയൽ വ്യൂ ഒരു നാരോ വ്യൂ കൂടി ആണ്.